Hi friends, I'm Susan. Welcome to my channel. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട ചില്ലി ചിക്കൻ ആണ്. ചില്ലി ചിക്കൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എന്നാൽ അജിനോമോട്ടോയും കളറും ഒന്നും ചേർക്കാതെ വീട്ടിൽ വളരെ ഈസിയായി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ, ബോൺലെസ് ചിക്കൻ ഏകദേശം ഒരു 800 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കൻ ആണ് നല്ലത്. ബോണോട് കൂടിയതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചിക്കൻ നന്നായി കഴുകി ചെറിയ ക്യൂബുകളായി ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളം നന്നായി മാറ്റിയെടുക്കുക. ഇതൊരു വലിയ ബൗളിലേക്ക് മാറ്റി എല്ലാ മസാലയും ചേർക്കാം. 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കാം. ഇതിൻ്റെ കൂടെ സോസുകളും ചേർക്കണം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ചിക്കനിലോട്ട് നന്നായി പിടിപ്പിക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. സോസിലൊക്കെ നല്ല ഉപ്പുള്ളതാണ്, അതുകൊണ്ട് അത് നോക്കി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് ഒന്നുകൂടെ നന്നായി ഇളക്കാം. ഉപ്പ് കൂടി പോകാതെ ശ്രദ്ധിക്കണം. എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിനെ അടച്ചു വെച്ച് മിനിമം 30 മിനിറ്റ്സ് റെഫ്രിജറേറ്ററിൽ വെക്കാം. ഈ സമയത്ത് ഗ്രേവി പ്രിപ്പറേഷൻ ചെയ്യാം. അതിനായി 2 ഇഞ്ച് കഷ്ണം ഇഞ്ചിയും ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും ചെറുതായി ചോപ്പ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ ഗ്രീൻ ചില്ലിയും സ്പ്രിംഗ് ഓണിയനും കട്ട് ചെയ്തെടുക്കാം. സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടും വൈറ്റ് പാർട്ടും സെപ്പറേറ്റായി കട്ട് ചെയ്യുക. ഞാനിവിടെ എല്ലാം ചെറുതായി ചോപ്പ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഗാർലിക്, ജിഞ്ചർ, സ്പ്രിംഗ് ഓണിയൻ വൈറ്റും ഗ്രീൻ ചില്ലി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് പെപ്പർ ക്രഷ് ചെയ്തതും സോസും എല്ലാം റെഡിയാക്കി വെക്കുക. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 1/2 മണിക്കൂറായി. അതിനെ ഒരു ഡീപ്പ് കടായിൽ എണ്ണ ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഓരോന്നായി ഇട്ട് ഒട്ടിപ്പിടിക്കാതെ വറുത്തെടുക്കുക. ചിക്കൻ എണ്ണയിലിട്ട ശേഷം ഉടനെ തിരിച്ചിടാൻ ശ്രമിക്കരുത്. അല്പനേരത്തിന് ശേഷം മൊരിഞ്ഞു കഴിയുമ്പോൾ തിരിച്ചിട്ട് വറക്കാം. 2 സൈഡും നല്ലതായി മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ചിക്കൻ 2 സൈഡും മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിടാം. എക്സസ് ആയിട്ടുള്ള എണ്ണയെല്ലാം മാറി കിട്ടട്ടെ. ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ വറുത്തെടുക്കുമ്പോൾ പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമായിട്ടിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ചിക്കൻ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതും പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് സൈഡിൽ മാറ്റി വെക്കാം. ഇതിങ്ങനെ തന്നെ ചൂടോടെ കഴിക്കാനും നല്ല രുചിയാണ്. ഗ്രേവി ഉണ്ടാക്കാനായി ഒരു സവാള ഇതുപോലെ വലുതായി ക്യൂബുകളായി കട്ട് ചെയ്ത് അതിൻ്റെ പെറ്റൽസ് മാറ്റി എടുക്കുക. ക്യാപ്സിക്കവും അതുപോലെ തന്നെ ക്യൂബായി വലുതായി കട്ട് ചെയ്തെടുക്കുക. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയെടുക്കുക. ഗ്രേവിയുടെ തിക്നെസ് കൂട്ടാൻ കോൺഫ്ലോർ സ്ലറി സഹായിക്കും. അടുത്തതായി ഒരു കടായിൽ 4 ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും ജിഞ്ചറും ഇട്ട് കൊടുക്കുക. ജിഞ്ചറും ഗാർലിക്കും നന്നായി അതിൻ്റെ നല്ല മണമൊക്കെ വരുമ്പോൾ അതിലേക്ക് പച്ചമുളകും അരിഞ്ഞതിട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് എല്ലാം വഴറ്റുക. അടുത്തതായി അതിലേക്ക് ഒണിയൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും ചേർക്കാം. നന്നായി ഇളക്കി വഴറ്റുക. ഒണിയൻ ചെറുതായി ഒന്ന് വാടി കിട്ടിയാൽ മതി, ബ്രൗൺ നിറം ഒന്നും ആക്കണ്ട. ഇതിലേക്ക് ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നന്നായി ഇളക്കാം. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യാൻ ഓർക്കുക. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഇതിലേക്കിട്ട് ചേർക്കാം. പെട്ടെന്ന് തന്നെ നന്നായി ഇളക്കി എല്ലാം വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ സോസുകളെല്ലാം ചേർക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് ചേർക്കാം. രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ചൂടുവെള്ളം ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി ബോയിലായി വരട്ടെ. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നു. ചിക്കനും ഗ്രേവിയും കൂടെ നന്നായി ഇളക്കി ചേർക്കുക. ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. കൂടുതൽ ഗ്രേവി ആവശ്യമാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ അധികം ഗ്രേവി ആക്കുന്നില്ല, സെമി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്.
ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്ലറി ഉണ്ടാക്കി വെച്ചത് ചേർത്ത് കൊടുക്കുന്നു. അതിങ്ങനെ ചുറ്റി ഒഴിക്കുക. ഒഴിക്കുന്നതിന് മുമ്പായി ഒന്ന് കലക്കിയിട്ട് വേണം ഒഴിക്കാൻ. അതിനുശേഷം പെട്ടെന്ന് തന്നെ നന്നായി ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ലംസായി പോകും. ടേസ്റ്റ് നോക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ട ശേഷം നന്നായി മിക്സ് ചെയ്യുക. സെമി ഗ്രേവിയോടുകൂടെയുള്ള നല്ല ഗ്ലേസിനെസ് ഉള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ വീട്ടിൽ തന്നെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ ചില്ലി ചിക്കൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഗാർണിഷ് ചെയ്യാനായി ഗ്രീൻ സ്പ്രിംഗ് ഓണിയൻ ചോപ്പ് ചെയ്തത് സ്പ്രിങ്കിൾ ചെയ്യാം. ചില്ലി ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കി നിങ്ങളുടെ ഫാമിലിക്കും ഗസ്റ്റിനും ഒക്കെ കൊടുക്കൂ. എല്ലാവർക്കും ഇഷ്ടമാകും. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. മറ്റൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ്. തീർച്ചയായും കാണണേ, സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.